ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ട പോളിംഗ് പൂർത്തിയായി എന്ന് പറഞ്ഞാൽ നിലവിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മൊത്തം ലോക്സഭാ മണ്ഡലങ്ങളിലെ പകുതിയിൽ കൂടുതൽ ആളുകൾ പോയി വോട്ട് പോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഒരു മുൻതൂക്കമുണ്ടോ? സർവേകളിലൊക്കെ പറയുന്നത് ബി ജെ പിക്ക് മുൻതൂക്കമാണെന്ന്, പക്ഷേ പോളിംഗ് ശതമാനത്തിൽ മുൻ വർഷത്തെക്കാളിലും കുറവാണ് രേഖപ്പെടുത്തിയത്. എന്താണ് നിലവിലെ ദേശീയ സ്ഥിതി? അതെ, ഇപ്പോൾ ഇലക്ഷൻ പൂർത്തിയായ ഒരു 6 സ്റ്റേറ്റുണ്ട്. നമ്മൾ കർണാടകം, ഗുജറാത്ത്, തമിഴ്നാട്, രാജസ്ഥാൻ, കേരളം, ഗോവ, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ പൂർണ്ണമായി. ഇനി ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് പറയുന്ന ഏരിയ, ബീഹാർ, യു പി, മധ്യപ്രദേശ്, പിന്നെ രണ്ടാമത്തെ വലിയ സ്റ്റേറ്റായ മഹാരാഷ്ട്ര, ഇവിടെയൊക്കെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വരാൻ പോകുന്നതേ ഉള്ളൂ. 301 സീറ്റിലെ പോളിംഗാണ് ഇതുവരെ പൂർത്തിയായത്. നമുക്ക് മൊത്തം 543 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഇതുവരെയുള്ള പോളിംഗ് ശതമാനത്തിൽ ഈ മൂന്നാം ഫേസിൽ ഇന്നലെ നടന്ന പോളിങ്ങിൽ ആണ് താരതമ്യേന മറ്റ് 2 ഘട്ടത്തേക്കാൾ അല്പം മുന്നിൽ നിൽക്കുന്നത്. നേരിയൊരു വർധനവ് ഉണ്ട്. എങ്കിലും 2014-ലെയും 2019-ലെയും പോളിംഗ് ശതമാനത്തേക്കാൾ കുറവാണിപ്പോൾ. ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ്, അതായത് അത് 5% മുതൽ 10% വരെ ഉള്ള കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, വേരിയേഷൻ. അത് വലിയ കുറവല്ലേ? അത് വലിയ കുറവാണ്. അപ്പോൾ ഈ ജനങ്ങളിൽ വോട്ട് ചെയ്യുന്നതിൽ ഒരു താല്പര്യക്കുറവ് മൊത്തത്തിലുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കാലാവസ്ഥയുടെ കാര്യം പലരും ചൂണ്ടിക്കാണിക്കും, ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. പിന്നെ ഇലക്ഷൻ്റെ ഫലത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വലിയ സംശയമില്ല. ഇതുവരെ ഉണ്ടായ പോൾ പ്രഡിക്ഷൻസും ഇന്ത്യയിലെ പൊതു സാഹചര്യവും ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ ഇലക്ഷന് ഒരു നിർണായകമാണ്, തങ്ങളുടെ ജീവിതത്തിൻ്റെ പാകതയെ തീരുമാനിക്കുന്നതാണെന്ന തരത്തിൽ ജനങ്ങളിൽ അത് എത്തിയിട്ടില്ല. അഥവാ അങ്ങനെ ആയാൽ പോലും അത് ജനങ്ങൾക്ക് അറിയില്ല. ഇത് ഞങ്ങൾ വോട്ട് ചെയ്തേ തീരൂ എന്ന് തോന്നുന്ന ഒരു ആവേശം പൊതുവിൽ കാണുന്നില്ല. ഇലക്ഷന് ശേഷമുള്ള റിസൾട്ട് എന്താണെന്ന് സാമാന്യേന ഇന്ത്യയിലെ ജനങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെയാണ് അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ബിഹേവിയർ, ഒരു ഇലക്ഷൻ ബിഹേവിയർ നമ്മൾ പരിശോധിക്കുമ്പോൾ തോന്നുന്നത്. കാരണം എത്രയായാലും മോഡി വീണ്ടും വരും, അങ്ങനെ ഒരു മുൻധാരണ ഉണ്ട്. ഒരു പ്രെജുഡ്യൂസ് ആ ലെവലിൽ വോട്ടേഴ്സിൻ്റെ ഇടയ്ക്ക് ഉണ്ട്. അത് നമ്മുടെ മാധ്യമങ്ങളും ഈ നേതാക്കളുടെ രീതികളും നിലവിലെ ഇന്ത്യൻ പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ്സിൻ്റെ സവിശേഷതകളും കോൺഗ്രസിൻ്റെ പരിതാപകരമായ ദൗർബല്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു നിഗമനത്തിൽ സാമാന്യ ബുദ്ധി എത്തിച്ചേർന്ന അതുവഴിയുണ്ടായ ഒരു താല്പര്യരാഹിത്യം, വോട്ടർമാർക്കിടയിലെ താല്പര്യരാഹിത്യം ആണ് ഈ പെർസെൻറ്റേജ് കുറയാൻ ഉള്ള കാരണം. അതുകൊണ്ട് ബീഹാറിൽ ഈ ഫേസിലും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറച്ച വോട്ട് ആദ്യത്തേതിൽ 48% ഉള്ളൂ. അപ്പോൾ പകുതി ആളുകൾ വോട്ട് ചെയ്തില്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ബീഹാറിൽ നിന്ന് വീണ്ടും വലിയ മെച്ചം ഇനിയും അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. ഇതാണ് ഈ വോട്ടിങ്ങിൽ നമ്മളിപ്പോൾ പ്രകടമായി കണ്ടത്. സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം നിലവിൽ ഈ ബി ജെ പിക്ക് കൂടുതൽ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദിയുടെ ഹൃദയഭൂമിയാണെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ യു പിയിൽ തന്നെ ഏതാണ്ട് ഇനി 60 സീറ്റിലോളം ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുക. ബീഹാറിൽ 26 സീറ്റോളം ഉണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. അപ്പം ആ മേഖലകളിലേക്ക് കടന്നു കയറുമ്പോൾ ഈ പറയുന്ന ഒരു ആധിപത്യം അവർക്ക് സ്ഥാപിക്കാൻ കഴിയുമോ? അവരുടെ മുന്നണി സംവിധാനവും മോഡി മാജിക്കും പിന്നെ BJP ഗവൺമെൻറ്റിനും ഓടുള്ള ആഭിമുഖ്യം, പ്രത്യേകിച്ചും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു പ്ലാങ്ക് എന്തെന്ന് വെച്ചാൽ രാമക്ഷേത്രം നിർമ്മിച്ചു. അതുണ്ടാക്കിയ ഓരോ ഇലക്ഷനിലും BJPക്ക് ഓരോ തരത്തിലൊരു മാജിക് പോയിൻ്റ് ഉണ്ടായിരുന്നു. അച്ചാദ്ദിൻ എന്നായിരുന്നു അവർ 2014 പറഞ്ഞത്. നല്ല കാലം വരാൻ പോകുന്നു എന്നുള്ള വലിയ സ്ലോഗൻ ആയിരുന്നു. അത്തരത്തിൽ 2019 ബാലാക്കോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ദേശീയ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുക, ഒരു നാഷണാലിറ്റി പ്രൈഡ് വളർത്തിയെടുക്കുന്നതിൽ 2019 ബാലാക്കോട്ട് സ്ട്രൈക്ക് സംഭവം ഉപകരിച്ചു. ഈ പ്രാവശ്യം രാമക്ഷേത്രമാണത്. 2024 തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പറയാൻ ഒരു സിംഗിൾ പോയിൻ്റ്
രാമക്ഷേത്രം ഉണ്ടാക്കിയ ഒരു മാജിക്കുണ്ട് നോർത്ത് ഇന്ത്യയിൽ. അത് BJPക്ക് വലിയ അളവിൽ വോട്ട് കാച്ചിങ് സ്ലോഗനാണ്. രാമക്ഷേത്രം നിർമ്മിക്കുക എന്നത് അവർ എക്കാലവും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വലിയ വാഗ്ദാനമായിരുന്നു. അതായത് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ അവരത് പറഞ്ഞിരുന്നു. അത് രാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള ക്യാമ്പയിനായിരുന്നല്ലോ LK അദ്വാനി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ആയുധം അതായിരുന്നു. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. അധികാരത്തിലെത്തി 10 വർഷം പൂർത്തിയാക്കുന്ന ഗവൺമെൻറ്റിന് അത് അവരുടെ ഒരു വലിയ നേട്ടമായി ജനങ്ങളുടെ മുന്നിൽ വയ്ക്കാനുണ്ട്. അത് കോടതിയുടെ വിധിയിലൂടെ അതിന് ഒരു അംഗീകാരം നേടിയെടുക്കുകയും രാമക്ഷേത്രം നിർമ്മിക്കുക. ഇന്ത്യയിലൊരു രാമക്ഷേത്രം മാത്രമേ നിർമ്മിച്ചു എന്നുള്ളതല്ല, മിഡിൽ ഈസ്റ്റിലും ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അതെ, മിഡിൽ ഈസ്റ്റിലും ഒരു ക്ഷേത്രം ഇന്ത്യ നിർമ്മിച്ചു. അത് മോഡി ഗവൺമെൻറ് വലിയൊരു നേട്ടമാണത് വിശ്വാസികൾക്കിടയിൽ. അത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പിൻബലമാണ്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം UP, ബീഹാർ, നേരത്തെ പറഞ്ഞ മഹാരാഷ്ട്ര, UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ 48 സീറ്റ് പാർലമെൻറ്റിലുള്ള മഹാരാഷ്ട്ര, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ രാമക്ഷേത്രം വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ മുഴുവനും ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ സ്റ്റേറ്റിൽ അത് വലിയ ഒരു ഇലക്ഷൻ നേട്ടമായിട്ട് BJPക്ക് അനുഗ്രഹമായി തീരുന്നു. അപ്പം അതായിരുന്നു. നേരെ മറിച്ച് അപ്പുറത്ത് മോഡിയെ എതിർക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആ നേതൃത്വം അതിലെ എല്ലാ ഘടകകക്ഷികളും സാർവത്രികമായി അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് പിന്നെയും മുറുമുറുപ്പുണ്ടാവും. പക്ഷേ എങ്കിലും നമുക്ക് ഒരു സൗകര്യത്തിന് ഇപ്പോൾ അങ്ങനെ പറയാം, രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ ബ്ലോക്കിൻ്റെ ലീഡർ. അപ്പോൾ അദ്ദേഹത്തെ വെച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ് രാഹുൽ ഗാന്ധിയുടെ 2 ദേശീയ യാത്രകൾ. അത് രണ്ടും ആ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിക്കുകയും ഏകദേശം ഇലക്ഷൻ പ്രഖ്യാപനത്തിനിടയിലൂടെ അദ്ദേഹം അത് പൂർത്തിയാക്കുകയും ചെയ്തു. അത് വലിയ ഓളം ഉണ്ടാക്കി ഒരു പരിചയമായിട്ടും. ഈ കോൺഗ്രസ്സിന് വേറെ പ്രചരണ പദ്ധതികളൊന്നും ഇല്ലാതിരിക്കെ രാഹുൽ ഗാന്ധി വ്യക്തിപരമായും കോൺഗ്രസ്സിന് പ്രത്യേകമായും അതൊരു ഗുണമുണ്ടാക്കുകയും കർണാടകത്തിൽ അവർക്ക് അധികാരത്തിൽ വരാൻ അതൊരു സഹായമാവുകയും ചെയ്തു. വേറെയൊന്നും സംസ്ഥാനങ്ങളിൽ അത് കാര്യമായൊരു ഗുണം ഉണ്ടാക്കിയതായി നമ്മൾ കാണുന്നില്ല. ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യ കണ്ടെത്തൽ പോലെ ഈ രാഹുൽ ഗാന്ധി അതുപോലൊരു രാഹുൽ ഗാന്ധി ഇന്ത്യ കണ്ടെത്തുകയും രാഹുൽ ഗാന്ധിയെ ഇന്ത്യ കണ്ടെത്തുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഇന്ത്യ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം കൂടുതൽ വെളിവാക്കപ്പെട്ടു. അദ്ദേഹം ഇത്രയേ ഉള്ളൂ എന്നും ജനങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അദ്ദേഹം ഇത്രയും ഉണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് പിടികിട്ടി. അപ്പോൾ അത് ആ ലെവലിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രചരണ പദ്ധതി ഈ 2 യാത്രകളായിരുന്നു. രാഹുലിൻ്റെ ഭാരത് ജോഡോ യാത്ര. അപ്പോൾ അത് അവരുടെ ഇലക്ഷൻ മെസ്സേജസ് കൊണ്ടെത്തിക്കാൻ പറ്റി. തീർച്ചയായിട്ടും ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ ഒരു പ്രചരണ പദ്ധതിയായി അതിനെ തുടർന്ന് പ്രാദേശിക നേതാക്കളെയൊക്കെ നേരിട്ട് രാഹുലിന് ബന്ധപ്പെടാനൊക്കെ അതൊരു വഴിയായി. പക്ഷേ അത് പ്രതിപക്ഷത്തിൻ്റെ ഏകോപനത്തിന് എത്രമാത്രം ഉപകരിച്ചു, വഴിതെളിച്ചു എന്നുള്ളത് ഇന്ത്യ ബ്ലോക്കിലെ പല ഘടകകക്ഷികളും വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. ഇന്ത്യ ബ്ലോക്കിൽ വന്ന പ്രധാനപ്പെട്ട BJPയിൽ ബീഹാർ ഭരിക്കുന്ന നിതീഷ് കുമാറിൻ്റെ പാർട്ടി JDU, ഈ ജനതാദൾ യുണൈറ്റഡ് എന്ന ബീഹാറിലെ പാർട്ടി, ബീഹാറിലെ ഒരു പ്രാദേശിക പാർട്ടിയാണെന്ന് വേണം അതിനെപ്പറ്റി വിളിക്കാൻ. അവർ രാഹുൽ ഗാന്ധിയുടെ ജാഥ ബീഹാറിൽ പ്രവേശിക്കുന്ന ദിവസം അദ്ദേഹം ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് വിട്ട് NDAയിൽ ചേർന്നു. അതിനൊരു തിരിച്ചടിയായിരുന്നു. അത് ഇന്ത്യ ബ്ലോക്കിന് പറ്റിയ ഏറ്റവും വലിയ ഒരു തിരിച്ചടി അതായിരുന്നു. അത് NDAയുടെ ഒരു തന്ത്രം കൂടെ ആയിരുന്നു. അത് NDAയുടെ തന്ത്രത്തിനുപരി ഈ രാഹുൽ ഗാന്ധിയെ ഒരു നേതാവായിട്ട് വെച്ചുകൊണ്ടിരുന്നാൽ വലിയ പ്രയോജനം ഇലക്ഷനില്ല എന്ന് നിതീഷ് കുമാർ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ബീഹാർ പൊളിറ്റിക്സും പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ ബ്ലോക്കുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഗുണകരമല്ല എന്ന് ഒരു തിരിച്ചറിവാണത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അല്ല അതിനകത്ത് ആദർശത്തിൻ്റെ എലമെൻസ് ഒന്നുമില്ല. അദ്ദേഹം 2 മുന്നണിയിലും മാറിയും തിരിഞ്ഞും പോയിട്ടുള്ള ആളാണ്.
ആദർശമല്ല, അത് പൊളിറ്റിക്സാണ്. ഒരു കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ അതൊരു അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഒരു നിലപാടാണ്. അദ്ദേഹം മാറിയത് ഒരു തിരിച്ചടി ഇന്ത്യ ബ്ലോക്കിന് ഉണ്ടായി. അതിന് പകരം അവർക്ക് തെലുങ്കാന ഭരണം കിട്ടി, കോൺഗ്രസ്സിന് തെലുങ്കാന ഭരണം കിട്ടി. സൗത്ത് ഇന്ത്യയിൽ കർണാടകയും കൂടെ കിട്ടി കഴിഞ്ഞപ്പോൾ ഒരു ഏകോപനം ഉണ്ടാക്കാൻ അത് സഹായിച്ചു. അത് ചെറിയ കാര്യമല്ല. ഇപ്പോൾ NDAക്ക് സൗത്ത് ഇന്ത്യയിൽ ഈ 3 ഫേസിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴും സൗത്ത് ഇന്ത്യയിൽ നമ്മൾ വിചാരിച്ച ഒരു കടന്നുകയറ്റം, മോഡി മാജിക്കൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇതുവരെയും സാധിച്ചതായിട്ട് നമുക്കിപ്പോൾ ഇനി വോട്ടിൻ്റെ ഫലം പുറത്ത് വന്നാലേ അത് കൃത്യമായി പറയാൻ പറ്റൂ. ഒരു മേൽക്കൈ നേടുമെന്ന് കരുതിയെടുത്ത് അത് കിട്ടിയില്ല, സിമ്പിളായിട്ട് പറഞ്ഞു. അതെ. ഇപ്പോൾ ആന്ധ്രയിൽ ഒരു സഖ്യമുണ്ടാക്കി. ആന്ധ്രയിൽ അവർ ഉണ്ടാക്കിയത് ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയുമായി BJPക്ക് ഒരു സഖ്യമുണ്ടാക്കാനും അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പും കൂടി നടക്കുന്ന സ്ഥലമാണ്. അത് BJPക്ക് കഴിഞ്ഞു. എങ്കിലും BJP അവിടെ ഭൂരിപക്ഷം സീറ്റുകളിലൊന്നും മത്സരിക്കുന്നില്ല. കൂടുതൽ സീറ്റും തെലുങ്ക് ദേശത്തിന് കൊടുത്തിരിക്കുകയാണ്. ചന്ദ്രബാബു നായിഡുവിന് അതിനൊരു പിൻബലം ആയിട്ട് വേണം BJPയുടെ സഖ്യം അവിടെ പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടാൻ. അപ്പോൾ ആ ലെവലിലാണ്. എങ്കിലും അവിടെ ഒരു മിനിമം സീറ്റ് ഒന്നുമില്ലാത്തടത്തു നിന്ന് എന്തെങ്കിലും കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് BJP എത്തി. അതവരുടെ തന്ത്രം തന്നെയാണ്. ആദ്യം സഖ്യം കൂടുന്നു, പിന്നെ പതുക്കെ അവരെ ഇല്ലാതാക്കുന്നു, അല്ലേ? അങ്ങനെ അത് ലോങ് ടൈമിൽ അങ്ങനെ ആയിരിക്കും. പിന്നെ തമിഴ്നാട്ടിൽ അപ്പോൾ ആദ്യ ഫേസിലെ 19-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞാണ് തമിഴ്നാട്. അപ്പോൾ അവിടെ 39 സീറ്റിൽ അവിടെ BJPക്ക് ഒരു 5 സീറ്റ് വരെ പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴും ആ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അവിടെ പോളിംഗ് സമാധാനപരമായിട്ട് നടന്നു. DMKയുടെ അപ്രമാദിത്വത്തെ ഇതുവരെയും കഴിയുമെന്ന് തോന്നുന്നില്ല. പിന്നെ പോണ്ടിച്ചേരി സീറ്റ് അത് BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അത് നിലനിർത്താൻ കഴിഞ്ഞേക്കുമെന്ന് തോന്നുന്നു. പിന്നെ കർണാടകത്തിൽ വന്നാൽ ഇന്നലെ കൊണ്ട് കർണാടകത്തിലെ 28 സീറ്റിലെ ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ 2ാം ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണം BJPക്ക് 3ാം ഘട്ടത്തിലില്ല. കാരണം 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് പ്രജ്വൽ രേവണ്ണ വിവാദമെല്ലാം വന്നത്. അപ്പം സെക്സ് സ്കാൻഡൽ വലിയ തിരിച്ചടിയാവും. അത് BJPയിലേക്ക് JDS വന്നതുകൊണ്ടുള്ള പ്രയോജനം തിരിച്ചടിയായിരിക്കുകയാണ്. അത് ഗുണത്തെ വെളുക്കാൻ തേച്ച് പാണ്ടായതുപോലെ ഒരനുഭവമായി തീർന്നിരിക്കുന്നു. സാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ പറയുന്ന ഡൽഹി, ഹരിയാന, പഞ്ചാബ്, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് ഇവിടങ്ങളിൽ ഏതാണ്ട് വോട്ടിംഗ് പൂർത്തീകരിച്ചല്ലോ. അപ്പോൾ അവിടെ ഈ പറയുന്ന BJPക്ക് ഇപ്പോൾ പഞ്ചാബിൽ, ഡൽഹിയിലൊക്കെ കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവിടേക്ക് ഈ AAPയുടെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. കെജ്രിവാൾ ജയിലിലാണ്. അപ്പോൾ അത് എന്തെങ്കിലും തരത്തിൽ ഈ വോട്ടിങ്ങിനെ അല്ലെങ്കിൽ പോളിങ്ങിനെ സ്വാധീനിക്കുമോ? കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് AAPക്ക് ഒരു അധിക ഗുണം വരുന്നില്ല. കാരണം കെജ്രിവാൾ കൂടുതൽ തുറന്നു കാട്ടപ്പെടുകയാണ് ചെയ്തത്. കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ പിന്നെ ഒരു അനീതി നടന്നു എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യമായില്ല. കാരണം ഇത് വെസ്റ്റേൺ മീഡിയ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയിൽ ഡെമോക്രസി പോയി പ്രതിപക്ഷത്തുള്ളവരെല്ലാം പിടിച്ച് ജയിലിലിടുകയാണ്, അവരെ സാമ്പത്തിക കുറ്റവാളികളാക്കാനായിട്ടുള്ള ബോധപൂർവ ശ്രമമാണ് മോഡി സർക്കാർ നടത്തുന്നത്, പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ കാലത്ത്. അത് നോക്കൂ, ഡൽഹി മുഖ്യമന്ത്രിയെ ജയിലിലിട്ടിരിക്കുന്നു, പിന്നെ സോറനെ ജയിലിലിട്ടിരിക്കുന്നു, പിന്നെ തെലുങ്ക് ദേശത്തുനിന്ന് കവിതയെ ജയിലിലിട്ടിരിക്കുന്നു. ഇങ്ങനെ ഇപ്പോൾ തെക്കും വടക്കുമുള്ള ചില പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഏതെങ്കിലും കുറ്റത്തിൻ്റെ പേരിൽ ഈ ഇലക്ഷൻ കാലത്തകത്താണ്. അവർക്ക് പ്രചരണം നടത്താൻ പറ്റുന്നില്ല. കോൺഗ്രസിൻ്റെ ഫണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു. കെജ്രിവാളിൻ്റെ ഫണ്ടെല്ലാം ബാങ്ക് അക്കൗണ്ട്സൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രചരണം ഇന്ത്യയിൽ ഓടിയതിനേക്കാൾ കൂടുതൽ ഇന്ത്യക്ക് വെളിയിലാണ്. ഇന്ത്യക്ക് വെളിയിലുള്ളവരാരും ഇന്ത്യയിലെ വോട്ടർമാരല്ല. അത് ഇന്ത്യൻ വോട്ടിനെ ഒന്നും ബാധിക്കുന്നില്ല. ബട്ട് ഈ സംഭവിച്ചത് AAPയുടെ നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ എന്തിന് ജയിലിൽ പോയി എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. അദ്ദേഹം എക്സ്പോസ്ഡായി. അദ്ദേഹത്തിന് 9 തവണ ED സമൻസ് കൊടുത്തിട്ടും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഭരണഘടനയെ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായ ഒരാൾ അതിൻ്റെ ഒന്നിനു പോലും മാന്യത കൊടുത്തില്ല, ഒരിക്കൽ പോലും ഹാജരായില്ല. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരാളെ എന്താ ചെയ്യുക? അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചാർജ് നമ്മൾ ഈ കേട്ട സാമ്പത്തിക കുറ്റമോ മണി ലോണ്ടറിങ്ങോ ഒന്നുമല്ല.
അതിനപ്പുറത്തേക്കും ഇന്ത്യയുടെ സെക്യൂരിറ്റിയെയും ഇന്ത്യയുടെ സോവറിൻ്റിയെയും ഒക്കെ ബാധിക്കുന്ന തരത്തിൽ അതിവിപുലമായ ചില ഗൂഢാലോചനകൾ, ബന്ധങ്ങളൊക്കെ ഉള്ളതും വെളിപ്പെട്ടു അല്ലേ. ഖലിസ്ഥാൻ മൂവ്മെൻറ്റിന് ധനസഹായം ചെയ്യുവാനായിട്ട് ഇദ്ദേഹം വലിയ എമൗണ്ട് സ്വരൂപിച്ചു. വേൾഡ് ഖലിസ്ഥാൻ മൂവ്മെൻറ്റിൻ്റെ പല സംഘടനകളിൽ നിന്ന് ഇദ്ദേഹം 1600 കോടി രൂപ വരെ വാങ്ങി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അങ്ങനെ ഭീകരമായ ഒരു ദേശവിരുദ്ധ പ്രവർത്തനത്തിനും കൂടി ഈ കെജ്രിവാൾ വിധേയനായിരുന്നു എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഈ ഇലക്ഷനിൽ കെജ്രിവാളിന് അനുകൂലമായി തീരുകയോ BJPക്ക് ദോഷകരമായി തീരുകയോ ചെയ്യുന്നില്ല. പിന്നെ കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ സ്വാധീന വലയം ഡൽഹി കഴിഞ്ഞാൽ കുറച്ച് സീറ്റുകളിൽ പഞ്ചാബിലും ഹരിയാനയിലും, കെജ്രിവാളിൻ്റെ നാടായ ഹരിയാനയിലും ഒക്കെയാണ്. അപ്പോൾ അവിടെ പിന്നെ ഇത് വളരെ ഒരു പാർലമെൻ്റൽ സീറ്റിലൊക്കെ സ്വാധീനിക്കാനുള്ള അത്ര വലിയ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള പാർട്ടിയായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഗുജറാത്ത് അടക്കം മധ്യപ്രദേശിലുമൊക്കെ ചില പോക്കറ്റ്സുകളിൽ അവർക്ക് ചില നേട്ടങ്ങൾ കൊയ്യാൻ പറ്റി. ചില വോട്ടിംഗ് പിന്നെ ഇങ്ങനെ പ്രതിഫലിപ്പിക്കത്തക്ക 2-3%, ഒരു തവണ 5% വരെ വന്നു. അപ്പോൾ അത്രയും സ്വാധീനമുണ്ട്. അതും ഈ അറസ്റ്റും നേതാവിനെ പറ്റിയുള്ള ശരിയായ ധാരണകളോടെ ഇല്ലാതായൊന്നും അന്വേഷിക്കണം. സാർ, ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന 3 ഘട്ടത്തിൽ ഈ പറയുന്നത് ഈ ND അല്ലെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷമില്ലാത്ത രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് BJP കരുതിയിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഒത്തവർക്ക് ഇല്ല. അങ്ങനെ അത് 400 സീറ്റിലേറെ വിജയപ്രതീക്ഷ വെച്ചുകൊണ്ട് ഒരു ജൈത്രയാത്രയ്ക്കൊരുങ്ങിയ NDAക്ക് 1ാം ഘട്ടവും 2ാം ഘട്ടവും വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷ നേരിയ തോതിൽ മങ്ങിയതായിട്ടാണ് കണ്ടത്. കാരണം പിന്നെ 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ പ്രചരണത്തിൽ കണ്ട ഒരു ചടുലതയും ഒരു തീവ്രതയും അതുവരെ പറയാത്ത ചില പോയിൻ്റുകൾ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയെ ആദ്യമായി മോഡി പ്രചരണത്തിന് അനലൈസ് ചെയ്ത് അതിലെ വിവരങ്ങൾ വെച്ചുകൊണ്ട് ജനങ്ങളെ നേരിട്ട് അത് വ്യാഖ്യാനിച്ച് ബോധ്യപ്പെടുത്തുന്നു അതിൻ്റെ ദോഷം. അതുവരെ അത് അഡ്രസ്സ് ചെയ്തിട്ടില്ലായിരുന്നു. മുമ്പും അങ്ങനെ ഒരു ഫ്രണ്ടൽ അറ്റാക്ക് എതിർ പാർട്ടിയോട് അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹത്തെ ചായവാല എന്നൊക്കെ വിളിച്ചപ്പോൾ അദ്ദേഹം അത് കമ്പിളായിട്ട് സ്വീകരിക്കുകയായിരുന്നു മുൻപൊക്കെ ചെയ്തത്. പക്ഷേ അത് തന്ത്രപൂർവ്വം അദ്ദേഹം അത് നേട്ടമാക്കി മാറ്റിയത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ പുറത്തു വന്നപ്പോൾ അദ്ദേഹം പ്രായണ നിശബ്ദത പാലിച്ച ആൾ 3ാം ഘട്ട പ്രചരണ വേദിയിൽ അതിൻ്റെ ഓരോ പോയിൻറ്റും എടുത്തിട്ട് ആക്രമിക്കാൻ തുടങ്ങി. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ജാതി സെൻസസ്, പിന്നെ ഈ വേറൊരു പോയിൻ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇൻഹെറിറ്റൻസ് ടാക്സ്, ഇതൊക്കെ എന്താണ് എന്ന്, ഇതിൻ്റെയൊക്കെ ഇംപ്ലിക്കേഷൻ എന്താണെന്നും ഇത് നടപ്പായാൽ വരുന്ന ദോഷം എന്താണെന്നും ഒക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന സിമ്പിൾ ലാംഗ്വേജിൽ അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങളുടെ താലിയൊക്കെ തട്ടിക്കൊണ്ട് പോകും എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ പ്രതിരോധമില്ലാതെ പോയി. പിന്നെ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ സ്വത്തെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും. റിസോഴ്സസിൻ്റെ 2006 മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗമെടുത്തും അതിൻ്റെ ദോഷം രാജ്യത്തെ വിഭവങ്ങളിൽ സിംഹഭാഗവും അതിൻ്റെ 1ാമത്തെ അവകാശി മൈനോറിറ്റിയാണ് എന്ന് പറയുകയും അതിൽ തന്നെ മുസ്ലിം മൈനോറിറ്റിക്കുള്ളതാണ് എന്ന് കോൺഗ്രസ് നിലപാടുണ്ട്. ആ നിലപാട് ആവർത്തിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്നുകൂടി പറയുക വഴി ഭൂരിപക്ഷ സമൂഹത്തിനിടയ്ക്ക് ഒരു മുസ്ലിം വിരുദ്ധ വികാരം സൃഷ്ടിക്കുകയും ഏകോപനം ഉണ്ടാക്കുകയും ചെയ്യാനുള്ള നരേന്ദ്രമോദിയുടെ കൗശലം ഈ തെരഞ്ഞെടുപ്പിൻ്റെ 3ാം ഘട്ടത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 3ാം ഘട്ടം ആയപ്പോഴേക്കും ഈ പറയുന്ന NDAക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ഒരു വലിയ മുൻതൂക്കമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഒരു 3 ഘട്ടം കൂടെ കഴിയുമ്പോഴേ നമുക്ക് അതിനെ കൃത്യമായി അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം മുൻതൂക്കത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല. കേരളത്തിൽ പോലും 2 സീറ്റിലേറെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. സൗത്ത് ഇന്ത്യ പ്രായണ BJPക്ക് വലിയ സ്വാധീനം ഉറപ്പിക്കാൻ പറ്റാതെ കിടക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നത്തേക്കാളും മോഡിയുടെ സ്വാധീനവും പ്രചരണവും ഏശിയ ഒരു കാലമാണിത്. കേരളമടക്കം എല്ലാ പ്രദേശത്തും വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടും.
ജയിക്കാവുന്ന തരത്തിൽ കേരളത്തിൽ പോലും 5 സീറ്റ് വരെ എത്തിയിരിക്കുന്നു എന്ന തരത്തിൽ അന്തരീക്ഷം മാറി, പാർട്ടി വളർന്നു. പിന്നെ ഇപ്പോഴും നമ്മൾ ദേശീയ തലത്തിൽ നോക്കിയ NDAക്ക് അല്ലാതെ വേറെ ഏത് കക്ഷിക്കും മുന്നണിക്കും ഭൂരിപക്ഷം കിട്ടും. കോൺഗ്രസിൻ്റെ അവസ്ഥ നമുക്കറിയാം. അതെ, അതിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ UP മാത്രം പേരുള്ള പിന്നെ സമാജ്വാദി പാർട്ടി, പിന്നെ അത് കഴിഞ്ഞാൽ അതിലെ മൂന്നാമത്തെ വലിയ കക്ഷി ഏതാ? മായാവതിയുടെ BSP. CPMൻ്റെ കഥ എന്താണ്? അതെ. അപ്പോൾ പിന്നെ DMK ആണ് പിന്നത്തെ വലിയ കക്ഷി. അത് തമിഴ്നാടിന് പുറത്തൊരു സീറ്റിൽ 5 പേരില്ലാത്തൊരു പാർട്ടിയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ അവരാണ് ശക്തി, അതൊരു പ്രാദേശിക പാർട്ടിയാണ്. ഇങ്ങനെ പ്രാദേശിക പാർട്ടികളുടെ ഒരു കൂടാരമാണ് NDA എന്ന് പറയുന്നത്. പിന്നെ മഹാരാഷ്ട്രയിലാണ് ഒരു വലിയ ഫൈറ്റ് നടക്കുന്നത്. അവിടെ ശിവസേന 2ആയി മുറിഞ്ഞു, NCP ശരത് പവാറിൻ്റെ പാർട്ടി 2ആയി മുറിഞ്ഞു. അങ്ങനെ കുടുംബ രാഷ്ട്രീയ പാർട്ടികളെല്ലാം 2ആയി മുറിഞ്ഞു. അപ്പോൾ അതിലെ ഓരോ ചേരി BJP മുന്നണിയിലും ഓരോ ചേരി ഇന്ത്യ ബ്ലോക്കിലുമാണ്. അപ്പോൾ ആ ഒരു ബാറ്റിൽ ഫീൽഡ് ക്ലിയറായിട്ട് മഹാരാഷ്ട്രയിലാണ് പരീക്ഷിക്കുന്നത്. അവിടെയും ഒരു ചെറിയ മുൻതൂക്കം NDAക്കാണ്. ഒരു ഉദ്ധവ് താക്കറെയും കൂട്ടരും കോൺഗ്രസ്സിനോടുള്ള ഒരു ആഭിമുഖ്യം പുലർത്തുമ്പോൾ ഇപ്പോഴത്തെ അവിടുത്തെ മുഖ്യമന്ത്രി കൂട്ടരും NDAയിൽ മുന്നണി അവരൊന്നിച്ച് ഭരിക്കുകയാണല്ലോ അവിടെ. അപ്പോൾ പിന്നെ അജയ് പവാറിൻ്റെ മരുമകനും പവാറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയുടെ ഭാര്യ ആണ് എതിർ സ്ഥാനാർത്ഥി സുപ്രിയ സുലെയോട് മത്സരിക്കുന്നത്. അപ്പോൾ അതിന് എലക്ഷൻ ഇന്നലെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൗതുകകരമായ അന്തരീക്ഷം നമ്മൾ ഒരു നേർക്കുനേർ പിന്നെ മത്സരിക്കുന്നത് അവിടെ ഈ പ്രാദേശിക കക്ഷികളുടെ സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾ തമ്മിലാണ്. അതിൽ ഗുണഭോക്താക്കൾ മാത്രമാണ് BJP കോൺഗ്രസ്. അപ്പോൾ ഇതാണ് ആ ഒരു ചിത്രം. നമ്മളത് മുമ്പൊന്നും ഇല്ലാത്തതാണ് ഈ ഒരു വേർതിരിവ്. പക്ഷേ രാജസ്ഥാനിൽ BJPക്ക് അപ്പർ ഹാൻഡുണ്ട്, ഗുജറാത്തിലുണ്ട്, പിന്നെ ഇതുവരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രദേശങ്ങളിലാണ്. UPയിലെ കാര്യം പറയേണ്ട, UPയിലും അപ്പർ ഹാൻഡുണ്ട്. പിന്നെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരണാസിയിലെ പോളിംഗ്. അത് ജൂൺ 1-ാം തീയതിയാണ്. എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ള ഘട്ടത്തിലെ പോളിംഗ് കൂടെ പൂർത്തിയാകുമ്പോഴേ ഇതിൻ്റെ ഒരു ഫൈനൽ പിക്ചർ വരാൻ പറ്റൂ. അതേസമയത്ത് ഈ CSDC ആൻഡ് ലോകനീതി നടത്തിയ സർവേയാണ്. എല്ലാ പൊതു തെരഞ്ഞെടുപ്പിലും അവരുടെ സർവേ ഏറെക്കുറെ 99% കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊരു താരതമ്യം നടത്തി. ഇന്ത്യയിലെ ജനങ്ങളിലെ ഒരു നേതാവെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അനുഭവം എത്ര % സപ്പോർട്ടാണ് ഓരോ നേതാവിനും. അതിൽ ഈ മോഡിക്ക് 48% ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്ക് 27%. ഇത് ഏറെക്കുറെ വരാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ചുള്ള ഒരു സൂചനയാണ്. ഓക്കെ, എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്കിനി ബാക്കി പോളിംഗ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ തൽക്കാലം ശരിയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.